जबलपुर में चलाया था ना, अब यहाँ के मैं सबको मारा था। आपने देखा था? हाँ, क्या देखा? मारा था लोग को, तलवार से मारा था। मेरे दादा को मारा था, मेरी चाची को मारा था। और मेरे पापा मेरे दादा को बचाने गए ना, तो मेरे पापा की डोरी कर दी, इतनी कटी, सबको काटा था। औरत लोग को नंगा नंगा करके काटा था। आपके सामने? हाँ, और मेरी चाची को भी नंगा नंगा करके काटा था। और आप लोग को कपड़े उतार कर काटा है। സുഹൃത്തുക്കളെ, ഈ കൊച്ചു പറഞ്ഞ കലാപം നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതിന്റെ മുന്നിലിട്ട് അതിന്റെ വീട്ടുകാരെ, നാട്ടുകാരെ, വേണ്ടപ്പെട്ടവരെയൊക്കെ തീർത്തത് ആരാണ് സുഹൃത്തുക്കൾ? ഒറ്റ പേരെ നമുക്ക് അവരെ വിളിക്കാൻ പറ്റും, വർഗീയവാദികൾ. അത് മതവർഗീയവാദികൾ. മതം മനസ്സിലിട്ട് കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച രാഷ്ട്രീയക്കാർ ഇതിന്റെ ഉത്തരവാദികളല്ലേ? എമ്പുരാൻ സിനിമയിൽ കാണിച്ച ഗോത്ര കലാപം, അതിനോടനുബന്ധിച്ചുണ്ടായ ഗുജറാത്ത് കലാപത്തിലും രണ്ട് മതക്കാർക്കും, രണ്ട് മതവിഭാഗക്കാർക്കും അതിനകത്ത് ഇൻവോൾവ്മെന്റ് ഉണ്ട്. കാരണം മതമാണ്. മതം തലക്ക് പിടിച്ച മനുഷ്യരാണ് പരസ്പരം വെട്ടിയും കുത്തിയും ചത്തത്. അതിൽ ഇവർക്ക് എണ്ണത്തിൽ കൂടുതലുണ്ടായിരുന്നു, ഇവർക്ക് എണ്ണത്തിൽ കുറവുണ്ടായിരുന്നു. എണ്ണമൊന്നും നമ്മൾ നോക്കണ്ട. ഒരു കാര്യം മനസ്സിലാക്കും, മനുഷ്യനെക്കാളും നമ്മൾ മതത്തിന് വില കൊടുക്കുമ്പോഴാണ് ഇതുപോലുള്ള പ്രശ്നങ്ങൾ, ഇതുപോലുള്ള കലാപങ്ങളൊക്കെ ഉണ്ടാകുന്നത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കും. നമ്മൾ മനുഷ്യജീവികൾ എല്ലാവരും അവരവരുടെ വർഗ്ഗങ്ങളായിട്ട് മാത്രമേ ജീവിക്കാറുള്ളൂ. ഒരു ഗോത്രങ്ങളായിട്ടോ വർഗ്ഗങ്ങളായിട്ടോ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് താമസിക്കുന്ന ജീവികളായിട്ടോ തന്നെയാണ് പണ്ട് മുതലേ നമ്മൾ ചേരിതിരിഞ്ഞ് നിൽക്കുന്നത്. അങ്ങനെ നിന്നെങ്കിൽ നമ്മൾ പരസ്പരം സഹായിച്ചു പോകും. പക്ഷേ ഇല്ലാത്തൊരു മതത്തിന്റെ പേരിൽ, ഇല്ലാത്തൊരു ദൈവത്തിന്റെ പേരിലൊക്കെ നമ്മൾ വെട്ടിയും കുത്തി ചാവുന്നത്, അത് ആരെയും പറഞ്ഞ് മാറ്റാനും നമുക്ക് പറ്റില്ല. കാരണം അത് അത്രയും വലിയൊരു സോഫ്റ്റ്വെയർ ആണ് നമ്മൾ ഉള്ളിൽ ഇൻസ്റ്റാൾ ആയിരിക്കുന്നത്. ഇനി ആക്ച്വലി ഗോത്ര കലാപത്തിനകത്ത് വന്ന പല റിപ്പോർട്ടുകളും പല കമ്മീഷൻസും അന്വേഷിച്ച് പോയതിൽ മുസ്ലിങ്ങൾക്കോ മുസ്ലിം തീവ്രവാദികൾക്കോ ഇതിനകത്ത് ഡയറക്റ്റ് ആയിട്ട് ആ ട്രെയിൻ കത്തിച്ചതിൽ പങ്കുണ്ടെന്ന് ഇവിടെ എവിടെയും തെളിഞ്ഞിട്ടില്ല. ഇതുവരെയും ഇല്ല. അഭിപ്രായം പലതാണെങ്കിലും റിപ്പോർട്ടുകളിലൊന്നും തെളിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. പക്ഷേ ഞാൻ വീണ്ടും പറഞ്ഞു, ഇതിനകത്ത് കലാപം ഉണ്ടായതിൽ മുസ്ലിങ്ങൾക്ക് പങ്കുണ്ട്. ആ റെയിൽവേ സ്റ്റേഷൻ അറ്റാക്ക് ചെയ്തതിലൊക്കെ മുസ്ലിം മത ചിന്തയുള്ളവർക്കും സാധാരണക്കാർക്കോ അതിനകത്ത് എക്സ്ട്രീം ചിന്തയുള്ളവർക്കോ അതുപോലെ ഹിന്ദു ചിന്തയുള്ളവർക്കോ ഹിന്ദു എക്സ്ട്രീമിസ്റ്റുകൾക്കോ ഒക്കെ ഇതിനകത്ത് പങ്കുണ്ട്. അവരെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചിട്ടാണ് ഈ കലാപം ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ട്രെയിൻ കത്താനുണ്ടായ കാരണങ്ങൾ വേറെ പലതുമാണ്. അതിന് കൃത്യമായ തെളിവുകളൊന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ അയാൾക്ക് അതിനെപ്പറ്റി പറയേണ്ട യാതൊരു കാര്യമില്ല. എല്ലാ മതത്തിലും തീവ്ര മൈൻഡുള്ളവരും തീവ്ര ചിന്തകളും ഉണ്ട്. അവരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ സാധാരണക്കാരായി ജീവിക്കുന്ന, സാധാരണ പോലെ ഈ മതത്തിൽ വിശ്വസിച്ച് ജീവിക്കുന്ന ആൾക്കാരെല്ലാം അവരൊക്കെ തീവ്ര ചിന്ത ഉള്ളവരാണെന്നോ അവരൊക്കെ തീവ്രവാദികളാണെന്നോ അവരൊക്കെ തീർത്ത് കളയേണ്ടവരാണെന്നോ അല്ലെങ്കിൽ അവർ രണ്ടാം പൗരരായിട്ട് ഇവിടെ നിൽക്കേണ്ട ആൾക്കാരാണെന്നോ നമ്മൾക്കുള്ളിൽ ഇട്ട് തരുന്ന ഒരു തീയും പകവില്ലേ, അത് രാഷ്ട്രീയ കളിയാണ്. ആ രാഷ്ട്രീയത്തെയാണ് നമ്മൾ എതിർക്കേണ്ടത്. അങ്ങനെയുള്ള വർഗീയ രാഷ്ട്രീയത്തെ ഇവിടെയും നമ്മൾ വളരാൻ അനുവദിച്ചു കഴിഞ്ഞാൽ ഈ നാടും ഈ സംസ്ഥാനമൊക്കെ ഒരുപക്ഷെ ഗുജറാത്ത് പോലെ അല്ലെങ്കിൽ ബാബറി മസ്ജിദ് പോലത്തുള്ള പല കലാപങ്ങളും ഇനി നമ്മൾ കണ്ടെന്നിരിക്കാം. ഈ ഗുജറാത്ത് കലാപവും ഗോത്ര കലാപവും ഒക്കെ ഒരു പക്ഷേ മറഞ്ഞിരുന്ന അല്ലെങ്കിൽ മറക്കപ്പെട്ട ഒരു സംഭവമായിരുന്നു. അത് ഈ എംബ്രാൻ സിനിമയോട് കൂടി പൊങ്ങി വന്ന ആൾക്കാർ അതിനെപ്പറ്റി കൂടുതൽ അറിയാനും ശ്രമിച്ചിട്ടുണ്ട്. ഇനി ആ സിനിമ നിരോധിച്ചാലും ആ സിനിമയിൽ എത്ര സീൻ വെട്ടി മാറ്റിയാലും സിനിമയിൽ ആരുടെയൊക്കെ പേര് മാറ്റിയെടുത്താലും ആ സിനിമ ഉണ്ടാക്കിയ രാഷ്ട്രീയം, ആ സിനിമ ചർച്ച ചെയ്ത രാഷ്ട്രീയം കൊള്ളന്റെ അടുത്ത് തന്നെ കൊണ്ടിട്ടുണ്ട്. ഇത് ആക്ച്വലി കേരള ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു സിനിമ ഇവിടെ ചെയ്യാൻ പോലും പറ്റിയത്. ഇത് നോർത്ത് ഇന്ത്യയിലെ ഏതെങ്കിലും ഡയറക്ടറോ റൈറ്റേഴ്സോ ഇങ്ങനെ ഒരു കഥ എടുക്കാനെങ്കിൽ ധൈര്യപ്പെടും. നമുക്കിവിടെ കേരള സ്റ്റോറിയും കാശ്മീർ ഫയൽസും ഒക്കെ വന്നില്ലേ, അതുപോലെ ഇതുപോലെ എംബുരാൻ പോലത്തെ സിനിമയിലും പല രാഷ്ട്രീയങ്ങളും വ്യത്യസ്തമായ രാഷ്ട്രീയങ്ങളും രാഷ്ട്രീയ കൂടാലോചനകളും രാഷ്ട്രീയ നിഗൂഢതകളൊക്കെ സംസാരിക്കട്ടെ. നമ്മുടെ കയ്യിലുള്ള അൾട്ടിമേറ്റ് പവർ വോട്ടാണ്. തൃശ്ശൂരും തിരുവനന്തപുരം എറണാകുളം പാലക്കാട് കോഴിക്കോടൊക്കെ ഉള്ള ആൾക്കാർ നെക്സ്റ്റ് ടൈമെങ്കിലും വോട്ട് ഇടുമ്പോൾ ഒന്ന് സൂക്ഷിച്ചിടുക. ഞാൻ എല്ലാ ജില്ലയും പറയാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ വർഗീയതയ്ക്കെതിരെ ഒരു വോട്ട്.